നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് UDF സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിൽ മത്സരിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ. ധർമ്മടത്ത് ഷാഫി പറമ്പിൽ മത്സരിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാജയം ഉറപ്പാണെന്നും ജിൻഡോ ജോൺ അവകാശപ്പെട്ടു. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ നിലപാട് വ്യക്തമാക്കിയത്. ഷാഫി പറമ്പിലിന്റെ രാഷ്ട്രീയ ശേഷിയെക്കുറിച്ച് കോൺഗ്രസിന് വ്യക്തമായ ധാരണയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ ജിൻഡോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ ഉദാഹരണമായി അവതരിപ്പിച്ചു. കെ സുധാകരൻ പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോൾ പിണറായി വിജയന്റെ സ്വന്തം ബൂത്തിൽ തന്നെ 2019 തെരഞ്ഞെടുപ്പിനേക്കാൾ കോൺഗ്രസിന് 22 വോട്ടുകളുടെ വർധന ലഭിച്ചതായി അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അയൽവാസികൾ പോലും കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിന് വോട്ട് ചെയ്ത സാഹചര്യത്തിൽ ഷാഫി പറമ്പിൽ രംഗത്തിറങ്ങിയാൽ പിണറായി വിജയൻ വീട്ടിലിരിക്കേണ്ടി വരുമെന്നായിരുന്നു ജിൻഡോയുടെ പരാമർശം. ഇതിനിടെ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ കോൺഗ്രസിന് ശക്തമായ തിരിച്ചുവരവിന് വഴിയൊരുങ്ങുന്ന സൂചനകളും പുറത്തു വന്നിരുന്നു. ആടാട്ട് പഞ്ചായത്ത് തിരിച്ചുപിടിച്ച അനിലക്കരെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണെന്നാണ് വിവരം. 5 വർഷം മുമ്പ് വടക്കഞ്ചേരിയിൽ പരാജയപ്പെട്ടതിനു ശേഷം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറിയിരുന്ന അക്കരെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചതോടെയാണ് നിയമസഭാ പോരാട്ടത്തിനുള്ള സാധ്യതകൾ ശക്തമാക്കിയത്. 2016 തൃശൂർ ജില്ലാ കോൺഗ്രസിലെ ശക്തനായ നേതാവ് CN ബാലകൃഷ്ണന്റെ എതിർപ്പ് മറികടന്നാണ് അനിൽ അക്കരയെ വടക്കഞ്ചേരിയിൽ സ്ഥാനാർത്ഥിയാക്കിയത്. ആടാട്ട് പഞ്ചായത്തിന്റെ അധ്യക്ഷനെന്ന നിലയിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയതും ജില്ലാ പഞ്ചായത്ത് അംഗമായി ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിയതുമാണ് അക്കരയുടെ രാഷ്ട്രീയ കരുത്ത് വർദ്ധിപ്പിച്ചത്. അന്ന് വെറും 43 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം മണ്ഡലം സ്വന്തമാക്കിയത്. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ വീട് വിവാദത്തിലൂടെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയെങ്കിലും ഭവന പദ്ധതി അട്ടിമറിച്ചെന്ന ആരോപണം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അക്കരയ്ക്ക് തിരിച്ചടിയായി. ആ പ്രചരണം CPMന് ശക്തമായ ആയുധമായി മാറിയതോടെ ഇടത് സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റലപ്പള്ളി എളുപ്പത്തിൽ വിജയം നേടുകയായിരുന്നു.